പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ വലിയ വേദനകളെക്കുറിച്ച്, അവരനുഭവിക്കുന്ന വലിയ സഹനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രവിച്ചു. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കള് നമ്മളോട് ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെടുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ അനുഭവിക്കുന്ന യാതനകള്, ആ അഗ്നി തടാകത്തിൽ കിടന്നുകൊണ്ട് അവരനുഭവിക്കുന്ന വലിയ വേദനകള് വിശുദ്ധരുടെ ആ ദർശനങ്ങളിലൂടെ നിങ്ങളോട് പങ്കുവെച്ചു. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കള് നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ പ്രായശ്ചിത്തങ്ങള്, നമ്മുടെ ജീവിതത്തിലെ മറ്റു നന്മ പ്രവർത്തികള്, അവരുടെ സഹനങ്ങളെ കുറക്കുവാനായിട്ട് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ പഴയ നിയമത്തിൽ പോലും ഈ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും, അതായത് മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും വളരെ വ്യക്തമായിട്ട് വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യഹൂദ പാരമ്പര്യത്തിലും മക്കബാരുടെ 2-ാം പുസ്തകം 12-ാം അധ്യായം 39 മുതലുള്ള വചനങ്ങളില് നാം ഇങ്ങനെയാണ് വായിക്കുക: യുദ്ധത്തിൽ മൃതിയടഞ്ഞവരെ പ്രതികൂടാരങ്ങളിൽ അടക്കം ചെയ്യുക ആവശ്യമായിരുന്നതിനാൽ യൂദാസും അനുയായികളും പിറ്റേന്ന് തന്നെ ജഡങ്ങൾ എടുത്തുകൊണ്ടുവരാൻ പുറപ്പെട്ടു. അവർ മൃതദേഹങ്ങളുടെ കുപ്പായക്കിടയിൽ യമനിയയിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകൾ കണ്ടു. യഹൂദർക്ക് ഇത് ധരിക്കുക നിഷിദ്ധമായിരുന്നു. ഇവർ മരിക്കാൻ കാരണം അതാണെന്ന് ഏവർക്കും വ്യക്തമായി. കാരണം മക്കാബായര് യുദ്ധം ചെയ്തപ്പോൾ, ഇസ്രായേൽക്കാർ യുദ്ധം ചെയ്തപ്പോൾ അതിലൊരുപാട് വ്യക്തികൾ ആ യുദ്ധത്തിൽ മരിച്ചു വീണു. അപ്പൊ സൈന്യത്തലവനായ യൂദായുടെ നേതൃത്വത്തില് മൃതിയടഞ്ഞവര് അവരെ പൂർവികര് അടക്കിയിരിക്കുന്ന കല്ലറകളിൽ അടക്കുവാനായിട്ട് ആ മൃതിയടഞ്ഞ ശരീരങ്ങൾ എടുക്കുമ്പോൾ അവരൊരു വലിയ സത്യം തിരിച്ചറിയുന്നുണ്ട്. ഈ മരിച്ചവരെല്ലാം വിഗ്രഹ ആരാധകരായിരുന്നു. അന്യ ദൈവങ്ങളുടെ തകിടുകള് തങ്ങളുടെ ശരീരത്തോട് അവർ ചേർത്ത് വെച്ചിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന് കൊടുക്കേണ്ട ആ പ്രാധാന്യം കൊടുക്കാതെ അന്യ ദൈവങ്ങളെ, വിഗ്രഹങ്ങളെ ആരാധിച്ചത് കൊണ്ടാണ് അവർ മരിക്കാനുണ്ടായതെന്ന് ഈ യൂദായുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സൈന്യം മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് അവർ ചെയ്തത് ഇതാണ്: അനന്തരം അവൻ അവരിൽ നിന്ന് 2000-ഓളം ദ്രാക്മ വെള്ളി പിരിച്ചെടുത്ത് പാപപരിഹാര ബലിക്കായി ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു. പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഉറച്ച യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ. എന്നിട്ട് പിന്നെയും പറയും: മരിച്ചവ ഉയർക്കുമെന്ന് പ്രത്യാശയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവും ആകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ പോലും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശ്രേഷ്ഠമാണെന്ന് വചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കും. പ്രത്യേകിച്ച് പാപാവസ്ഥയിൽ മരിച്ചവർക്ക് വേണ്ടി അവർ ശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയുന്ന മനുഷ്യരും പഴയ നിയമത്തിലുണ്ടായിരുന്നു. വിശുദ്ധ അഗസ്റ്റിന്റെ മാതാവായ വിശുദ്ധ മോനിക്ക അമ്മ അഗസ്റ്റിനോട് തന്റെ മരണത്തിന് തൊട്ടു മുൻപ് പറയുന്നുണ്ട്: എൻ്റെ ശരീരം എവിടെ വേണമെങ്കിലും നീ അടക്കിക്കോ, പക്ഷെ നീ ബലിപീഠത്തിലായിരിക്കുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിനായിട്ട് നീ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവർ, ഈ അഗസ്റ്റിൻ പിന്നീട് ഈ വലിയ സത്യങ്ങൾ ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ തൻ്റെ പുസ്തകത്തിൽ ഈ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെയും ആ പ്രാർത്ഥന കൊണ്ട് അവർക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹത്തെക്കുറിച്ചും വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചു. അഗസ്റ്റിൻ ഇങ്ങനെയാണ് പറയുക: വിശുദ്ധ കുർബാന, ദാനധർമ്മം, പരിത്യാഗ പ്രവർത്തികൾ എന്നീ സൽകൃത്യങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ വേദന കുറയ്ക്കാനും അവരവിടെ നിന്ന് മോചിപ്പിക്കാനും കഴിയും.
നമ്മൾ അർപ്പിക്കുന്ന നമ്മുടെ ദിവ്യബലികള്, മരിച്ചവർക്ക് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന നമ്മുടെ ദിവ്യബലികള്, ദാനധർമ്മം, പരിത്യാഗ പ്രവർത്തികളൊക്കെ നമുക്ക് നമ്മുടെ മരിച്ചുപോയവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. അതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ അനുഭവിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്ത് അനുഭവിക്കുന്ന യാതനകൾ കുറക്കുവാനും അവരെത്രയും വേഗം വിശുദ്ധിയിലേക്ക് സ്വർഗീയ പ്രവേശനം നൽകുവാനായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് വചനം പറഞ്ഞു വയ്ക്കുക, മരിച്ചവർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നില്ല. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ മനുഷ്യനുമാണ്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത് മരിച്ചുപോയ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കളാണ്. മരിക്കുമ്പോൾ നമ്മൾ വാവിട്ട് കരയാറുണ്ട്, അതിനെ ഓർത്ത് നമ്മൾ ദുഃഖിക്കാറുണ്ട്. പല ദിവസങ്ങളും ഈ മരിച്ചവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്, ആ പ്രയാസത്തിൽ ജീവിക്കാറുണ്ട്. എന്നാൽ മരിച്ച നമ്മളിൽ നിന്ന് കടന്നു പോകുന്ന മനുഷ്യരൊക്കെ നമ്മളിൽ നിന്ന് ആകെ ആവശ്യപ്പെടുന്ന ഒന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ അനുഭവിക്കുന്ന യാതനകൾ, ശുദ്ധീകരണ സ്ഥലത്ത് അവരനുഭവിക്കുന്ന യാതനകൾ ഇല്ലാതാകുവാനായിട്ട്, അത് കുറച്ചു കിട്ടുവാനായിട്ട് നമുക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേ പ്രിയപ്പെട്ടവര്, മരിച്ചുപോയവർക്ക് ഒരു പ്രാർത്ഥന പോലും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കില്ല, ഒരു നന്മ പ്രവൃത്തി പോലും ചിന്തിക്കുവാനായിട്ട് സാധിക്കില്ല. മരണത്തിന് ശേഷം നമുക്കറിയാവുന്നത് പോലെ ഒരു വിധിയാണ്. ആ വിധി നീതിമാനായ ദൈവത്തിൻ്റെ ഒരു വിധി. ആ വിധി അനുസരിച്ച് പിന്നീടുള്ള ജീവിതകാലങ്ങള് ശുദ്ധീകരണ സ്ഥലത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു വളർത്തു മൃഗം അതൊരു പൊട്ടക്കിണറ്റിൽ വീണാല് അല്ലെങ്കിൽ ഒരു കുഴിയിൽ വീണാല് അതിനെ രക്ഷിക്കാനായിട്ട് നമ്മൾ എത്രമാത്രം പരിശ്രമിക്കാറുണ്ട്. നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ അതിനായിട്ട് വിളിക്കും. ചിലപ്പോൾ അതിന് അവർക്കും സാധിക്കുന്നില്ലെങ്കിൽ പൈസ കൊടുത്ത് മറ്റുള്ളവരെ ഇറക്കി വളർത്തുമൃഗത്തെ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷിക്കും. പക്ഷെ ഈ നിത്യ നരകാഗ്നി അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നി കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ എത്രമാത്രം കരുതലുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ എത്രമാത്രം വില കൊടുക്കുന്നുണ്ട്. അത് തീർച്ചയായും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട വലിയ യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നാറുണ്ട്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ആഗ്രഹിക്കുന്നവര് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ വിശുദ്ധ ഫൗസ്റ്റീന് ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? അതിന് ഈശോ കൊടുക്കുന്ന മറുപടി ഭൂമിയിലുള്ള ആർക്കെങ്കിലും വേണ്ടിയല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അത് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയാണെന്ന് ഈശോ ഫൗസ്റ്റീനയോട് അരുളി ചെയ്തു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറിയ ഓരോ പ്രാർത്ഥനകൾ പോലും അവരുടെ ജീവിതത്തിന് അനുഗ്രഹങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. നമ്മൾ അർപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന ബലികൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ഒരു ബലി പോലും അർപ്പിക്കപ്പെടാതെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾ എത്രമാത്രം വലിയ സഹനങ്ങളിലൂടെ അവിടെ കടന്നു പോവുക. ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കള് തീർച്ചയായിട്ടും അവരുടെ ആ പ്രയാസങ്ങൾ, ശുദ്ധീകരണ സ്ഥലത്ത് അവർ അനുഭവിക്കുന്ന വലിയ സഹനത്തിൽ അവരുടെ ഓരോ കണ്ണുനീരും എനിക്ക് തോന്നാറുണ്ട് അത് നമ്മുടെയൊക്കെ കുടുംബത്തിൽ വലിയ ശാപങ്ങളായിട്ട് ഒരുപക്ഷെ കടന്നു വന്നേക്കാം. വിശുദ്ധനായ ജോൺ മരിയ വിയാനി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ കുറിച്ച് പറഞ്ഞു വയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക: നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ പ്രിയപ്പെട്ടവർ നമ്മുടെ മുമ്പ് യാചിക്കുകയാണ്. പ്രിയ മകന്, പ്രിയ അപ്പ, അമ്മ, പ്രിയ സഹോദര, സഹോദരി, ജീവിത പങ്കാളി, എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്ന് യാചിക്കുന്ന ആത്മാക്കളാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കള്. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ ഇപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്: എന്ത് പെട്ടെന്നാണ് നിങ്ങൾ എന്നെ മറന്നുപോയത്? ഞങ്ങളെ അഗ്നി തടവറയിലിട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സുഖമായിട്ട് ഉറങ്ങുവാനായിട്ട് സാധിക്കുക?
രാവും പകലും ഞങ്ങൾ ഇവിടെ കിടന്ന് സഹിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സന്തോഷിച്ച് അട്ടഹസിക്കാനായിട്ട് സാധിക്കുക? ഞങ്ങൾ അഗ്നി തടാകത്തിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു കുർബാന ചെല്ലുവാനോ ഒരു ജപമാല ചെല്ലുവാനോ ഒരു പ്രാർത്ഥന പോലും ചെല്ലുവാൻ സാധിക്കാതെ ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് മറന്നു കളയാനായിട്ട് സാധിക്കുക? അതേ പ്രിയപ്പെട്ടവര്, പ്രാർത്ഥിക്കാത്ത മനുഷ്യരുള്ള ഈ ഭൂമിയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അവരുടെ കണ്ണുനീരുകൾക്ക് അവരനുഭവിക്കുന്ന വേദനകൾക്ക് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും കടന്നു പോകേണ്ട ഒരിടം തന്നെയാണ് ഈ ശുദ്ധീകരണ സ്ഥലമെന്ന് നമ്മൾ മറന്നു പോകരുത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിശുദ്ധർ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടുള്ളത് ഈ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയാണ്. ദൈവത്തിന് വലിയ ദർശനങ്ങൾ ലഭിച്ചിട്ടുള്ള വിശുദ്ധര് ഒരാത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളത് ഈ ശുദ്ധീകരണ സ്ഥലത്തെ ഒരാത്മാവിനെങ്കിലും ഒരു ദിവസം നേടിയെടുക്കാനാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ തന്റെ പ്രധാന പ്രാർത്ഥന ഇതായിരുന്നു. ഒരു മുട്ടുസൂചി പോലും നിലത്തിൽ നിന്നെടുക്കുമ്പോൾ വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്നാവായിരുന്ന, കർത്താവെ, ഈ മുട്ടുസൂചി ഞാൻ എടുക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെ ഒരു ആത്മാവിനെയെങ്കിലും അങ്ങ് സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പ്രിയപ്പെട്ടവര്, നമ്മൾ എത്രമാത്രം നമുക്ക് ഒരുപാട് ആത്മാക്കളെ സ്വർഗത്തിലേക്ക് നേടുവാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. കാരണം നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി, നമ്മുടെ ബലിയർപ്പണത്തിന്റെ ഫലമായി, നമ്മുടെ ജപമാല അർപ്പണത്തിന്റെ ഫലമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവര് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും നമ്മളോട് നന്ദിയുള്ളവരായിരിക്കും. അവർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നമ്മൾ ഈ ഭൂമിയിലെ സഹനങ്ങളിലെ കടന്നു പോകുമ്പോൾ നമുക്ക് വേണ്ടി അവർ കർത്താവിൻ്റെ മുൻപിൽ നമ്മുടെ പ്രയാസങ്ങൾ കണ്ട് നമുക്ക് വേണ്ടി അവർ അവിടെ അവിശുദ്ധരായിട്ട് മാറി അവർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നമുക്ക് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള ഏറ്റവും എളുപ്പ വഴി എനിക്ക് തോന്നുന്നു ഈ മരിച്ചുപോയ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഈ പ്രാർത്ഥന തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നമ്മ ദുഷ്ടരെന്ന് പറയുന്ന വ്യക്തികള്, കാരണം ഒന്നുമില്ലാതെ നമ്മുടെ മുൻപിൽ കൈ നീട്ടുമ്പോൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ വലിയ സഹനങ്ങൾ കണ്ടിട്ട് അവരെ സഹായിക്കാനുള്ള പ്രാപ്തി എനിക്കുണ്ടായിട്ടും ഒരു കണ്ണിച്ചോരയില്ലാതെ അവരെ ക്രൂരമായിട്ട് അവഗണിച്ച് കളയുമ്പോൾ, തൊട്ട് മുൻപിൽ ഒരു ആക്സിഡന്റ് പറ്റി മരണത്തോടടുത്ത് കിടക്കുന്ന മനുഷ്യരെ നോക്കിയിട്ട് സഹായിക്കാതെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വെള്ളത്തില് ജലത്തില് ഇങ്ങനെ താഴ്ന്നു പോകുമ്പോൾ കൈ ഉയർത്തി പിടിച്ചിട്ടും ആ കയ്യിലൊന്ന് പിടിച്ച് അവരെ ഒന്ന് സഹായിക്കാത്ത മനുഷ്യരെയാണ് നമ്മൾ ഒരു പക്ഷെ വിളിക്കാറുള്ളത് ദുഷ്ടന്മാരായ മനുഷ്യരെന്ന്. എന്നാൽ എനിക്ക് തോന്നുന്നു നമ്മളെക്കാളും ഒക്കെ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും, ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്ന മനുഷ്യനേക്കാളും ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ളത് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കാണ്. കാരണം അത്രമാത്രം വലിയ വേദനയിലൂടെയാണ് കടന്നു പോകുക. അവർ നമ്മളോട് ആവശ്യപ്പെടുന്നതും നമ്മോട് ചോദിക്കുന്നതും ഈ ഒരു കാര്യം മാത്രമാണ്: പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ബലിയർപ്പണത്തിലൂടെ, നിങ്ങളുടെ ദാനധർമ്മങ്ങളിലൂടെ, നിങ്ങളുടെ പരിത്യാഗ പ്രവർത്തികളിലൂടെ, നമ്മുടെ ഉപവാസങ്ങളിലൂടെയൊക്കെ ആ ത്യാഗങ്ങളും ആ പുണ്യങ്ങളും ആ പ്രാർത്ഥനകളുമൊക്കെ നമ്മുടെ കുടുംബത്തിന് മരിച്ചുപോയവർക്ക് വേണ്ടി സമർപ്പിക്കുക. അങ്ങനെ എത്രയും വേഗം ഒരു ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥന വഴി ആനയിക്കാൻ സാധിക്കുമ്പോൾ ഇതിനേക്കാളും വലിയൊരു അനുഗ്രഹം നമുക്ക് കിട്ടുവാനില്ല.